ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേഴ്സ് *1 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ഇതെൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴൊക്കെ സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ആത്മാർത്ഥമായിട്ട് എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് പോലും മാജിക്കൽ എന്ന് തോന്നുന്ന രീതിയിൽ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ആയി മാറിയാൽ വളരെ നന്നായിരിക്കും, അല്ലേ? അതെ, ഓരോ ദിവസവും നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ഡ്രമാറ്റിക് ആയിട്ട് സ്വാധീനിക്കാനുള്ള ആ ഒരു പവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങളെ, ചലഞ്ചസിനെ ഒക്കെ നമുക്ക് ഫേവറബിൾ ആക്കി മാറ്റുന്ന ഒരു വണ്ടർഫുൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വിത്തൗട്ട് എനി ഡൗട്ട് ഇതൊരു പ്യുവർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. കാരണം ആ ഒരു പവർ എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ റോണ്ട ബേണിന്റെ ദ മാജിക് എന്ന് പറയുന്ന ഫേമസ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രാക്ടീസാണിത്. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻസോ സമയമോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഒരുപാട് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രാക്ടീസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസവും ഏത് മണിക്കൂറിലും ഏതൊരു മൊമെന്റിലും ഉണ്ടാകുന്ന നമ്മളുടെ ആഗ്രഹങ്ങളെ, എപ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണെങ്കിലും അതിനെ സാധിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആവശ്യങ്ങളാണെങ്കിലും അതുപോലെ വെല്ലുവിളികളാണെങ്കിലും അതിനെയൊക്കെ നമുക്ക് ആഗ്രഹമുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് നൽകുന്ന ഒരു പ്രാക്ടീസാണ്. നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങളായിരിക്കും ഓരോ ദിവസവും, അല്ലേ? ഓരോരോ ടാസ്കുകളായിരിക്കും ഡെയിലി ഉണ്ടാകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും സമാധാനമായിട്ടൊരു ദിവസം അങ്ങ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. എന്നാൽ പലപ്പോഴും അത് അങ്ങനെ ആകണമെന്നില്ല, അല്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകാം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പലതും നടന്നെന്ന് വരാം. നമ്മുടെ പ്ലാൻ ഒന്നും ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടാക്കി മാറ്റിയാൽ മാജിക്കലായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും മാറ്റിയെടുക്കാം. എങ്ങനെയെന്നാൽ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നത് നാളെയെ കുറിച്ചിട്ട് നല്ല ചിന്തകളോടെയും അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ടുമായിരിക്കണം. അപ്പൊ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദി പറഞ്ഞാൽ മാത്രമേ പിറ്റേ ദിവസത്തെ നമുക്ക് ഒരു നല്ല മൂഡോടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ഒരു നല്ല കാര്യമെങ്കിലും ഓർത്ത് നന്ദി പറഞ്ഞിട്ട് വേണം എല്ലാ ദിവസവും ഉറങ്ങാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ബ്യൂട്ടിഫുൾ ആവാനും ഇതേ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ടൂള്. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം, ഒരു ട്രാവൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, എക്സാം ഉണ്ടോ, ഒരു ഇന്റർവ്യൂ കാണാം, ചിലപ്പോൾ എന്തെങ്കിലും ഗെയിംസുകൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിമ്മിൽ വർക്കൗട്ട് ഡേ ആയിരിക്കാം, സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ക്ലീനിങ് ഡേ ആയിരിക്കണം, എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിങ്ങുകൾ ഉണ്ടായിരിക്കാം, അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം ഇതിനൊക്കെ മുൻകൂറായിക്കൊണ്ട് അത് നടക്കുന്നതിന് മുന്നേ തന്നെ അത് ഭംഗിയായി നടന്നു കിട്ടി എന്നതിന് നന്ദി പറയുക. ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം നടക്കുന്നതിന് മുന്നേ തന്നെ ഭംഗിയായി നടന്നു കഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അത് നടന്നു കിട്ടിയതിന് നമ്മൾ നന്ദി പറയുക. എഴുതി വെക്കൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് അത് നടന്നു കിട്ടിയതിന് കരുതി, അത് നന്നായി നടന്നു കിട്ടി എന്ന് കരുതിക്കൊണ്ട് മനസ്സിൽ നന്ദി പറഞ്ഞാൽ മതി. യൂണിവേഴ്സിനോട്, പ്രപഞ്ചശക്തിയോട് നമ്മളുടെ നന്ദി അതിൽ പറഞ്ഞാൽ മാത്രം മതി. അത് ഫീൽ ചെയ്ത് നമ്മൾ പറയണം. ഇന്നെനിക്ക് കൃത്യസമയത്ത് ബസ് സ്റ്റോപ്പിലെത്താനും നല്ലൊരു സീറ്റ് കിട്ടി, സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്ത് കൃത്യസമയത്ത് ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തിച്ചേരാനും സാധിച്ചതിന് നന്ദി. ഇങ്ങനെ പറയാം. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കാനും എനിക്ക് കഴിക്കാനും സാധിച്ചതിന് നന്ദി. അങ്ങനെ പറയാം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഉണ്ടായതിന് നന്ദി.
അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ ഓരോ ടാസ്കുകളും അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങളും അത് നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നന്ദി പറയാം. ഇനി നിങ്ങളൊരു ഡെയിലി പ്ലാനറൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം അതിലെ ഓരോ കാര്യങ്ങളും വായിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് നടന്ന് കരുതിയതായിട്ട് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പം എന്തിനാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ ദിവസവും ഒരുപോലെ ആകണം എന്നില്ല അല്ലേ. അന്നത്തെ ഓരോ ടാസ്കുകളും അത് ചെയ്യുന്നതിന് മുൻകൂട്ടി നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ബ്ലോക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നിങ്ങൾ എത്രത്തോളം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ആ ദിവസത്തെ കാര്യങ്ങൾ നന്നായി വരുന്നതും നമുക്ക് തന്നെ ഫീലാകും. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ ടെൻഷനുകളോ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും അത് സ്മൂത്തായിട്ട് നടന്നു കിട്ടി എന്നതിന് നന്ദി പറയാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ മാജിക്കലായിട്ട് അത് ചേഞ്ച് ആകുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഹൈ വൈബ്രേഷൻ ഉള്ള ഒരു വേർഡാണ്. അത് തരുന്ന ഫീലും അങ്ങനെ തന്നെയാണ്. നമുക്കിത് രാവിലെ വേണമെങ്കിൽ കുറച്ച് 1-2 മിനിറ്റ് എടുത്തുകൊണ്ട് അന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞൊരു മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഉൾപ്പെടുത്തി വേണമെങ്കിലും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ കാര്യവും ചെയ്യുന്നതിന് തൊട്ടേ മുന്നേ നന്ദി പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. എല്ലാ കാര്യവും എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ചെയ്താൽ മാത്രം മതിയാകും. കാരണം ഞാനിത് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്ത് വെച്ച് ചെയ്തിരുന്ന ഒരാളെ അല്ല. പ്രത്യേകിച്ച് എനിക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു റിസ്കി ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് ഫീൽ ആകുവാണെങ്കിൽ അത് മാത്രം എടുത്തായിരുന്നു ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നത്. മെയിനായിട്ട് ഈ പുറത്ത് പോകുന്ന ദിവസങ്ങളിലുണ്ടല്ലോ, ട്രാഫിക് ബ്ലോക്ക് ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാനും വളരെ സമാധാനമായിട്ട് പോയിട്ട് വരാനും പോയ കാര്യം നന്നായിട്ട് നടക്കണം എന്നും ഒക്കെയാണ് ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരുന്നത്. അതുപോലെ മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് കിട്ടണം. വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാനും തിരിച്ചു വന്നാലും വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതിയിരുന്നത്. കാരണം ഈ UAE താമസിക്കുന്നവർക്ക് മനസ്സിലാകും ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളതും അതുപോലെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോയി വരിക എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. എന്നാൽ മുൻകൂട്ടി നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ശീലമാക്കി അതിനുശേഷം എന്നെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ട്. നമുക്കായിട്ട് ചില പാർക്കിംഗ് സ്പേസുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ബ്ലോക്കുകളിലൊന്നും പെടാതെ വളരെ സ്മൂത്തായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കൃത്യമായ സമയത്ത് എത്താനും പോയ കാര്യം ഭംഗിയായിട്ട് നിറവേറ്റി തിരിച്ചു വരാനും ഒക്കെ സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നന്ദി പറഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഇതെങ്ങനെ സാധിക്കുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം ഇത് ഭയങ്കര ഒരു വിശ്വാസത്തോടെ വളരെ ഹോപ്പ്ഫുള്ളി ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് വർക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് നമ്മളിപ്പോൾ വീക്കെൻഡിലൊക്കെ ഫുഡ് കഴിക്കാനോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഫുഡ് കിട്ടുക എന്നുള്ളതും നമുക്കൊരു നല്ല ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെയും അതിമനോഹരമായിട്ടുള്ള രീതിയിൽ അത് വർക്കായും കിട്ടിയിട്ടുള്ളത്. പോകെ ഈ ഒരു കാര്യം ഞാൻ ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം ഡെയിലി പ്ലാനറിലേക്ക് പിന്നീട് ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ പണ്ടൊക്കെ ഡെയിലി പ്ലാനർ ചെയ്യാൻ തുടങ്ങിയിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് ഒന്നും നടക്കാതെ വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. 2026 മുതൽ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പ്ലാനർ എഴുതുകയും പിന്നീട് ഇതിന് ഇങ്ങനെ മുൻകൂട്ടി ഗ്രാറ്റിറ്റ്യൂഡ് അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നിപ്പോൾ വരെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ അതിൽ എഴുതി വെക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, ചിലതൊക്കെ ചെയ്യാൻ പറ്റാറില്ല സാഹചര്യങ്ങൾ കൊണ്ട്, എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കാറുണ്ട്. അതൊരു വലിയ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണത്. അപ്പോൾ
ഇവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ശൈലിയിൽ ആത്മാർത്ഥമായിട്ട് എങ്ങനെ വേണമെങ്കിലും നന്ദി പൂർവ്വം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അപ്ലൈ ചെയ്യുന്നത് അതിലുണ്ടായേക്കാവുന്ന എല്ലാ നെഗറ്റീവ് സാധ്യതകളെയും ഇല്ലാതാക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മേലെ നിൽക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അതിനോട് ഓൾറെഡി നന്ദി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഈ ഒരു ദിവസം, ഏതൊരു ദിവസവും ഏറ്റവും മനോഹരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് വർക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്നും കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.